അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ മൈസൂർ, അതായത് ശ്രീലങ്കപട്ടണം ഒരു വൈക്കിൾ മ്യൂസിയം ഉണ്ട് കേട്ടോ. വൈക്കിൾ മ്യൂസിയത്തിലാണ്. അപ്പം വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല, വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം ആൾക്കാർ കാണാൻ ശ്രമിക്കുക കേട്ടോ, ഫുൾ വീഡിയോ. അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ വെഹിക്കിളുകളും ഉണ്ട്. അത് റീസ്റ്റോർ ചെയ്ത വണ്ടികളും പിന്നെ ട്രക്കുകളാണെങ്കിലും, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആകൃതി തന്നെ കണ്ട നിങ്ങൾ, ഒരു വണ്ടിപ്രാന്തന്മാർ ഇഷ്ടപ്പെടുന്ന ഒരു ആകൃതി. ഒരു ടയർ ഇങ്ങനെ വട്ടത്തിൽ പോയാൽ അതിൻ്റെ നെറുവിൽ ആ എംബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ചെറിയ ടിക്കറ്റ് ഉള്ളൂ കേട്ടോ, ആകെ 50 ഉറുപ്പ്യ ടിക്കറ്റ് ഉള്ളൂ. ഞങ്ങൾ 4 പേര് പോയിട്ട് 200 ഉറുപ്പ്യ. അത്യാവശ്യം ക്രൗഡും ഉണ്ടായിട്ടോ. ഞങ്ങൾ സീസൺ ടൈമിലാണ് പോയത്. അതായത് ഇപ്പോൾ ദസറൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല സീസണാണ് അവിടെ, നല്ല ആളും ഒക്കെ ഉണ്ട്. ആകെ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുക. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു പത്നിനി ഉണ്ട് കേട്ടോ, ഒരു കാറ്. ഇവിടുന്ന് സ്റ്റാർട്ടിങ് അത്. അതൊക്കെ നമ്മളെ ഫ്രണ്ട്സാട്ടോ. ഒരുപാട് ആൾക്കാർ കാണാൻ വരട്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കേരളത്തിൽ പാടെ വരണ്ടീന് കേട്ടോ. ഫുള്ള് വണ്ടികളാണ്, ഒക്കെ ഫാമിലീസ് ഇങ്ങനെ വരിക കാണുക. അപ്പോൾ എന്തായാലും മൈസൂർ വന്നാൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെ കേട്ടത്. പിന്നെ ഇതിനുള്ള ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അതായത് നമ്മളെ ഈ രാജാക്കന്മാരെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട്, ഗണ്ണ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻഡിലാട്ട്. അപ്പം ഈ വൈക്കിൾ മ്യൂസിയം കാണാത്തവർക്ക് അതായത് ഫുള്ള് കാണട്ടോ. അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ ഫുൾ വണ്ടികൾ ഞാൻ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കാണുന്നതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരാം. അത് ഒരു തലക്കെന്ന് എടുക്കണം തുടങ്ങിയ അതിൻ്റെ എൻഡ് കാണോളം ഞാൻ വീഡിയോ എടുത്തണം. അപ്പം നിങ്ങൾക്കും വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കണ്ടാണ്ട്. ഇത് സംഭവം 2 ഫ്ലോറായി കണ്ടോ. അതായത് മേലും തായും ഒക്കെ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇനി താഴേക്കിറങ്ങുന്ന വീഡിയോ ഉണ്ട് ഇതിൽ. അപ്പോൾ ഒന്ന് ഫുൾ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അത്രയും വണ്ടികൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അവിടെ ഏതൊക്കെ വണ്ടികളുണ്ടോ അതൊക്കെ ഇത് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പം എല്ലാ വണ്ടിനെയും കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല. അതായത് ഞാൻ അതിൽ നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ തുടങ്ങി ഇങ്ങനെ വരുന്ന ആളാണ്. അപ്പോൾ വീഡിയോസ് ഞാൻ കംപ്ലീറ്റ് ഇതിലെടുത്തിട്ടാണ്. അപ്പോൾ മാക്സിമം ആൾക്കാർ കാണാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോ ഉണ്ടാവും. നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ കാണാം, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ വണ്ടികൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ കാണുക അതൊക്കെ ഭയങ്കര ഒരു വേറെ ഒരു ഇഷ്ടമായിരിക്കും കേട്ടോ. ഇതൊക്കെ കണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഫുൾ ഇങ്ങനെ കറങ്ങുക, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോർക്ക് പോകുന്ന വീഡിയോ ആണിത്. നേരെ അടിയിക്ക് കേട്ടോ. ഞാൻ അടിയത്തെ കാഴ്ചകളാണ്. ഒരുപാട് മലയാളീസുണ്ട് കേട്ടോ ഇത് കാണാൻ. ഒന്നാമത് ഇപ്പം ദസറൻ്റെ തിരക്കായിട്ട് അത്യാവശ്യം മലയാളീസുണ്ട്. അംബാസിഡർ സ്പെയർ ആക്കി വെച്ചാട്ടോ. അതായത് എൻജിന്, ഡോറ്, അതിൻ്റെ എന്തൊക്കെ ഉണ്ടോ ഒക്കെ സ്പെയർ ആക്കി വെച്ചാണ്. അതായത് വിൻറ്റേജ് കാറുകൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം മസ്റ്റ് ട്രൈ അവിടെ മൈസൂർ. ഞാൻ കണ്ട് നെട്ടിപ്പോയിട്ടോ, അത്രയും വണ്ടികളാണ്. അത് ഇതുവരെ നമ്മൾ കാണാത്ത വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ അവിടെ ഉണ്ട്.
നമ്മൾ ഈ ഫിലിമിൽ കണ്ട വണ്ടികൾ, പഴയ ഇംഗ്ലീഷിൽ ഫിലിമിൽ കണ്ടത്, അതുപോലത്തെ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾ മൈസൂർ വന്നാൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ ഇവിടെ എന്തായാലും ഇത് ഏടെ സ്ഥലം എന്ന് വെച്ചാൽ ബാംഗ്ലൂർ റൂട്ടുമ്മലായിട്ടത് കറക്റ്റ് സ്പോട്ട്. അതായത് മൈസൂരിൽ നിന്ന് ഒരു 4, 6, 7, 8 കിലോമീറ്റർ പോന്നിട്ട് ബാംഗ്ലൂർ റൂട്ടിന് തിരിഞ്ഞിട്ട് ശ്രീലങ്കപട്ടണം എത്തുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ ഞാൻ എന്താണെന്ന് പറയുക വെച്ചാൽ, നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, അതിനോട് വണ്ടിപ്രാന്തനാണോ, നിങ്ങൾ വന്ന് എന്തായാലും കാണേണ്ട കാഴ്ചയിട്ടത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും, അതായത് നമ്മളെ തൊട്ട സംസ്ഥാനത്ത് കർണാടക അടുത്താണ്. അപ്പം വരിക, കാണുക. ചെറിയ ടിക്കറ്റുള്ളൂ, 50 ഉറുപ്പ്യക്ക് ടിക്കറ്റുള്ളൂ. ഞങ്ങൾ 4 പേർക്ക് 200 ഉറുപ്പ്യറ്റ ഞങ്ങൾ കൊടുത്ത്. പിന്നെ ഫുൾ സ്റ്റാൻഡേർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഫോട്ടോ എടുക്കണമെങ്കിലും ഒക്കെ എടുക്കുകയും ചെയ്യാം. അതായത് എടുത്തേക്ക് നിൽക്കാൻ കഴിയില്ല, അതിനൊരു ഇതിട്ടാണ്, ഒരു ചെറിയൊരു വേലി ടൈപ്പ് ഒരു മോഡൽ. അപ്പോൾ അത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ചില ഏരിയകളിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു വണ്ടിൻ്റെ മുമ്പിൽ ചെറിയ ഇരിക്കാനുള്ള ചെയർ മോഡലൊക്കെ ഇട്ടാണ്ട് അങ്ങനെയും ഫോട്ടോ എടുക്കാം കേട്ടോ. അപ്പോൾ മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ അക്കൗണ്ടിൽ വരും. അപ്പം മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഈ വലിയ തുടക്കക്കാരനാണ്, അപ്പോൾ തുടങ്ങി വരുന്നുള്ളൂ. അതിനുള്ള പോരായ്മകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ.
പിന്നെ ബൈക്കുകളെ കളക്ഷൻ ഉണ്ട്. അതായത് M8 മുതൽ നമ്മളെ ഏതൊക്കെ ബൈക്കുകൾ ഉണ്ടായിനോ പഴയ മോഡൽ അതൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വെഹിക്കിൾസും ഉണ്ട്. അതായത് 2 വീലർസ് ഒരുപാടുണ്ട്. എല്ലാം അത് അത്രയും റീസ്റ്റോർ ചെയ്ത് നല്ല ചൊറുക്കാക്കിച്ച വണ്ടികളാട്ടോ. നമ്മൾ കണ്ടാൽ തന്നെ നമുക്കൊന്ന് എടുത്തു പോയാലോ എന്നൊക്കെ തോന്നും. ഈ വണ്ടിയൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങത് കറങ്ങണ കാണാൻ നല്ല രസമാട്ടോ. ഞാൻ കറങ്ങണ കുറച്ച് നേരം വീഡിയോ എടുത്ത് അങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ കാണാൻ നമുക്കിങ്ങനെ അത്ര ഇഷ്ടമാണല്ലോ ഓരോ പഴയ വണ്ടികളൊക്കെ കാണുമ്പോൾ. നമ്മൾ കാണാത്ത വണ്ടികൾ കാണാനല്ലോ. ഇനി നമ്മൾ കയറാൻ പോകണം ഇവിടുത്തെ പഴയ ആചാരങ്ങളൊക്കെ നിലനിർത്തിയ ഓരോ സാധനങ്ങളും ഫോട്ടോസും പിന്നെ അതേ മുകളിൽ ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയ കാലത്തെ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു മ്യൂസിയം പാടുണ്ട്. ഇത് 2 സെക്ഷനായി കണ്ട കേട്ടോ. ഇത് വേറെ സെക്ഷനാണ്. ഒരേ ടിക്കറ്റാണ് കേട്ടോ. വേറെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരേ ടിക്കറ്റാണ്. അപ്പോൾ ഇതും പാടെ കണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് നമ്മൾ വന്നാൽ എല്ലാം കാണണമല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈക്കുകളാണ്. ബൈക്കുകൾ നമ്മൾ കണ്ട് എനിക്ക് ഇഷ്ടമായി. അതായത് 50 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടോ അതിന് മുതലുണ്ട്. അതായത് 50 റുപ്യ നമുക്ക് ആ കാണാൻ മാത്രമല്ല മുതലുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഞാൻ ഉറപ്പുതരാം. എനിക്കത്ര ഇഷ്ടപ്പെട്ടു പോയി.